ഹായ് ഹലോ ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ മൂന്നാറിനടുത്തുള്ള അതിമനോഹരമായ കാഴ്ചകളിലൊന്നായ ലോക്ക്ഹാർട്ട് വ്യൂ പോയിൻ്റാണ്. ഈ സ്ഥലം മൂന്നാറിൽ നിന്ന് ദേവികുളം വഴി ചിന്നക്കനാൽ പോകുന്ന വഴിക്കാണ്. നമ്മുടെ ചാനൽ ബെനീസ് വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മുട്ടുകാട് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് നമ്മളെ കാണുന്നത്. അത് നെൽകൃഷിക്ക് ഇവിടുത്തെ ഒരു കുട്ടനാട് എന്നാണ് അറിയപ്പെടുന്നത്. പച്ചപ്പ് നിറഞ്ഞ കുന്നുകൾക്കും ചടുലമായ ഭൂപ്രകൃതികൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വ്യൂ പോയിന്റ് വിസ്മയിപ്പിക്കുന്ന ഒരു വിശാല ദൃശ്യം പ്രദാനം ചെയ്യുന്നു. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കാണുന്ന സൗന്ദര്യം മാത്രമല്ല, പ്രകൃതി സ്നേഹികൾക്കും സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും ഈ ലക്ഷ്യസ്ഥാനം നിർബന്ധമായും സന്ദർശിക്കേണ്ട ഒന്നാക്കി മാറ്റുന്ന അതുല്യമായ അനുഭവങ്ങളും നിങ്ങൾ പരിവേഷണം ചെയ്യും. ലോക്ക്ഹാർട്ട് വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ പ്രകൃതി തന്നെ വരച്ച ചടുലമായ ക്യാൻവാസ് പോലെ തൂത്തുവാരുന്ന ലാൻഡ്സ്കേപ്പ് വികസിക്കുന്നു. തേയിലത്തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ട കുന്നുകൾ പച്ചയുടെ യോജിപ്പുള്ള ഷെയ്ഡുകളിൽ നിൽക്കുന്നു. വിദൂര പർവ്വതങ്ങൾ ചക്രവാളത്തിന് നേരെ ഗാംഭീര്യത്തോടെ ഉയരുന്നു. താഴ്വരകളുടെ സങ്കീർണമായ പാറ്റേണുകൾ കാടിൻ്റെയും കൃഷിയിടത്തിൻ്റെയും പാച്ചുകൾ കൊണ്ട് ഇടകലർന്ന് അതിശയകരമായൊരു വൈരുദ്ധ്യം സൃഷ്ടിക്കുന്നു. ഇപ്പോൾ ആകാശം മേഘാവൃതമാണ് ആയതുകൊണ്ട് നമുക്ക് എല്ലായിടവും നന്നായി കാണാൻ പറ്റുന്നില്ല. ഒരു കാറ്റ് വന്നിരുന്നെങ്കിൽ മേഘങ്ങളെ മാറ്റി അന്തരീക്ഷം നല്ല ക്ലിയർ ആകുമായിരുന്നു. പക്ഷേ നമ്മുടെ കാലാവസ്ഥ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഇടുക്കി ജില്ലയുടെ ഏതാണ്ട് മുഴുവനായും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഏറ്റവും മുകളിലേക്ക് കാണുന്നതാണ് വാഗമൺ മലനിരകൾ. ബാക്കി ഇങ്ങേ സൈഡെല്ലാം ഈ ഇടുക്കിയുടെ മറ്റ് പ്രദേശങ്ങളാണ് കാണുന്നത്. മുൻവശത്ത് പ്രസിദ്ധമായ ഇടുക്കി അണക്കെട്ട് ജലവൈദ്യുത ഉൽപ്പാദനം മാത്രമല്ല, പ്രദേശത്തിൻ്റെ പ്രകൃതി ഭംഗി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം നിങ്ങൾക്ക് കാണാൻ പറ്റും. ജലസംഭരണിയിൽ തിളങ്ങുന്ന ജലം വിശാലമായ നീല വിസ്താരം പോലെ നീണ്ടുകിടക്കുന്നു. അത് ആകാശത്തെയും ചുറ്റുമുള്ള കുന്നുകളെയും പ്രതിഫലിപ്പിക്കുന്നു. കേരളത്തിൻ്റെ പ്രകൃതി സൗന്ദര്യത്തിൻ്റെ സത്ത പകർത്താൻ ആഗ്രഹിക്കുന്ന ഏത് ഫോട്ടോഗ്രാഫർമാർക്കും പ്രകൃതി സ്നേഹികൾക്കും അനുയോജ്യമായ ഒരു സ്ഥലമാണിത്. കാഴ്ചയ്ക്കപ്പുറം ലോക്ക്ഹാർട്ട് വ്യൂ പോയിന്റ് ചുറ്റും ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കായി ഇടതോർന്ന വനങ്ങളിലൂടെ നയിക്കുന്ന ട്രെക്കിംഗ് പാതകളുണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രാദേശിക വന്യജീവികളെ കണ്ടുമുട്ടാനും പ്രകൃതിയുടെ ശാന്തമായ ശബ്ദങ്ങൾ ആസ്വദിക്കാനും കഴിയും. പക്ഷി നിരീക്ഷകർ ഇവിടെ പർദീസയിലായിരിക്കും. വിവിധയിനം പക്ഷികൾ മരങ്ങൾക്കിടയിൽ പറക്കുന്നു. നിങ്ങളൊരു ഫോട്ടോഗ്രാഫി പ്രേമിയാണെങ്കിൽ ദിവസത്തിൻ്റെ വിവിധ സമയങ്ങളിൽ ഈ സ്ഥലം അനുയോജ്യമാണ്. സൂര്യോദയം കുന്നുകൾക്ക് മുകളിൽ ഒരു സ്വർണ്ണ നിറം പകരുന്നു. അതേസമയം സൂര്യാസ്തമയം നിറങ്ങളുടെ മനോഹരമായ പാലറ്റ് പ്രദാനം ചെയ്യുന്നു. നിങ്ങളുടെ ഓർമ്മകൾക്ക് അനുയോജ്യമായ പശ്ചാത്തലങ്ങൾ സൃഷ്ടിക്കുന്നു. അതിമനോഹരമായ കാഴ്ചകൾ പകർത്താൻ നിങ്ങളുടെ ക്യാമറയോ സ്മാർട്ട് ഫോണോ കൊണ്ടുവരാൻ മറക്കരുത്. നമ്മളീ കാണുന്ന ആ പച്ചപ്പുള്ള സ്ഥലമാണ് മുട്ടുകാട് എന്ന് പറയുന്ന സ്ഥലം. അത് ഇവിടെ സ്ഥിരം നെൽകൃഷി ചെയ്യുന്ന സ്ഥലമാണ്. മൂന്നാറിൻ്റെ നമ്മുടെ കുട്ടനാട് എന്നാണ് ആ സ്ഥലം അറിയപ്പെടുന്നത്. ലോക്ക്ഹാർട്ട് വ്യൂ പോയിന്റിലേക്കുള്ള നിങ്ങളുടെ സന്ദർശനം ആസൂത്രണം ചെയ്യുമ്പോൾ നിങ്ങളുടെ അനുഭവം മെച്ചപ്പെടുത്താനുള്ള ചില നുറുങ്ങളിതാ. സന്ദർശിക്കാൻ പറ്റിയ സമയം ഒക്ടോബർ മുതൽ ഫെബ്രുവരി ഉള്ള തണുപ്പുള്ള മാസങ്ങളാണ് ഏറ്റവും അനുയോജ്യമായ സമയം. കാലാവസ്ഥ സുഖകരമാണ്. പ്രകൃതി ദൃശ്യങ്ങൾ സമൃദ്ധ ഊർജ്ജ സ്ഥലവുമാണ്. ഈ മഴക്കാലങ്ങളിലുള്ള മഴയില്ലാത്ത ഇടസമയമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. പക്ഷെ മഴക്കാലത്ത് ഇവിടെയൊക്കെ ഈ ചെറിയ റിസ്ക് ഉണ്ട്. ഈ ചെറിയ പാറകളൊക്കെ നമ്മളിവിടെ ചെന്നപ്പോൾ തന്നെ എല്ലാം അവിടെ വീണ് കിടപ്പുണ്ടായിരുന്നു. പ്രാദേശികമായ ഗതാഗത ഓപ്ഷനുകൾ പരിശോധിക്കുന്നത് ഉറപ്പാക്കുക. ഒരു ബൈക്കോ കാറോ വാടകയ്ക്ക് എടുക്കുന്ന ഒരു ജനപ്രിയ തിരഞ്ഞെടുപ്പാണ്. നിങ്ങളുടെ സ്വന്തം വേഗതയിൽ പ്രദേശം പരിവേഷണം ചെയ്യാനുള്ള അതിനുള്ള ഒരു സൗകര്യം നിങ്ങൾക്ക് കിട്ടുന്നു. ജലാംശം, വെള്ളവും ലഘുഭക്ഷണവും കൊണ്ടുപോവുക. പ്രത്യേകിച്ച് നിങ്ങൾ ട്രക്കിംഗ് ചെയ്യാനോ വ്യൂ പോയിന്റിൽ ദീർഘകാലം ചെലവഴിക്കാനോ ആഗ്രഹിക്കുന്നെങ്കിൽ. അതുപോലെ നിങ്ങൾ പ്രകൃതിയെ ബഹുമാനിക്കുക. നമ്മുടെ വേസ്റ്റൊന്നും അവിടെ ഇടരുത്. അതുപോലെ വന്യജീവികളെ ശല്യപ്പെടുത്തരുത്. നിങ്ങൾ ഈ മനോഹരമായ പരിസ്ഥിതിയെ പരിപാലിക്കുക. ലോക്ക്ഹാർട്ട് വ്യൂ പോയിന്റിലേക്കുള്ള നമ്മളുടെ സന്ദർശനം അവസാനിപ്പിക്കുമ്പോൾ ഈ സ്ഥലം അതിശയകരമായ കാഴ്ചകൾ മാത്രമല്ലെന്ന് ഓർമ്മിക്കുക. ഇത് പ്രകൃതിയുമായി ബന്ധപ്പെടുന്നതിനും പ്രാദേശിക സംസ്കാരത്തിൽ
മുഴുകുന്നതിനുമാണ്. സാഹസികതയുടെ ആവേശത്തിനോ ഏകാന്തയുടെ സമാധാനത്തിനോ വേണ്ടിയാണെങ്കിലും ഇടുക്കി ജില്ലയുടെ ലേക്കാട്ട് വ്യൂ പോയിന്റ് അവിസ്മരണീയമായ അനുഭവം വാഗ്ദാനം ചെയ്യുന്നു. ഇന്ന് ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി. നിങ്ങൾ ഈ യാത്ര ആസ്വദിച്ചെങ്കിൽ കൂടുതൽ സാഹസികൾക്കായി ലൈക്ക് ചെയ്യുക, പങ്കിടുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.